ഉവൈസിയുടെ മുഖത്ത് നോക്കി താല്പര്യമില്ല എന്ന് വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ് കോൺഗ്രസ്. അതും തെരഞ്ഞെടുപ്പ് വാതിക്കൽ വന്ന് നിൽക്കുന്ന അതേ സമയത്ത് തന്നെ ഇന്ന് ഒവൈസിയുടെ മജ്ലിസ് പാർട്ടി കോൺഗ്രസിനൊപ്പം ചേർന്നൊരു സഖ്യമായാൽ അത് മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനൊരു മുതൽക്കൂട്ടാവില്ല. പകരം ഇന്ന് കൂടെ നിൽക്കുന്ന ന്യൂനപക്ഷ വിഭാഗത്തിന് അത് ആശയക്കുഴപ്പമാണെന്ന് മനസ്സിലാക്കിയതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് അത്ര വ്യക്തമായി തന്നെ ഉവൈസിയോട് നോ പറഞ്ഞിരിക്കുന്നത്. സത്യത്തിൽ ഇത് അത്ഭുതപ്പെടാനൊന്നുമില്ല. കാരണം പല തെരഞ്ഞെടുപ്പുകളിലും BJPയെ വിജയിപ്പിക്കാൻ കാരണക്കാരനായി പ്രവർത്തിച്ച നേതാവാണ് ഒവൈസി. കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ ജയിക്കാൻ ഇടയുള്ളിടത്തൊക്കെ സ്ഥാനാർത്ഥികളെ കൊണ്ടു നിർത്തുക, വോട്ടർമാരിൽ വല്ലാത്ത ജാതി ആശയക്കുഴപ്പം സൃഷ്ടിക്കുക, എന്നിട്ട് BJPക്ക് വിജയിക്കാൻ വഴിയൊരുക്കി കൊടുക്കുക. ഇതാണ് ഒവൈസിയും മജ്ലിസ് പാർട്ടിയും ചെയ്തു പോന്നിരുന്നത്. ഇന്ന് BJPയുടെ പ്രതാപകാലം കഴിഞ്ഞു എന്ന് മനസ്സിലാക്കിയപ്പോൾ കോൺഗ്രസിന്റെ വാലിൽ തൂങ്ങാമെന്നൊരു പൂതി. എന്നാൽ അത് നടക്കില്ല എന്ന് ഒവൈസിയുടെ മുഖത്ത് നോക്കി തന്നെ കോൺഗ്രസ് പറഞ്ഞതോടെ ഒറ്റക്ക് നിൽക്കാമെന്ന തീരുമാനം എടുക്കേണ്ടി വന്നിരിക്കുകയാണ് ഈ നേതാവിന്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്തും ഒവൈസിയുടെ പാർട്ടി സഖ്യത്തിനൊപ്പം ചേരാൻ സന്നദ്ധത അറിയിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും സംസ്ഥാന തെരഞ്ഞെടുപ്പ് സമയത്ത് സഖ്യത്തിന് തങ്ങളുണ്ട് എന്ന് അറിയിക്കുന്നത്. ഇവിടെ കോൺഗ്രസ് മാത്രമല്ല, ഉദ്ധവ് താക്കറെ വിഭാഗമായ ശിവസേനയും പറഞ്ഞത് നോ എന്ന് തന്നെയാണ്. അതേസമയം മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിന് തീയതി പ്രഖ്യാപിച്ചില്ലെങ്കിലും സീറ്റ് ധാരണക്കുള്ള ചർച്ചകൾ ഇപ്പോൾ പുരോഗമിക്കുന്നുണ്ട്. ഹൈക്കമാൻഡ് നിർദ്ദേശപ്രകാരം സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തല, NCP അധ്യക്ഷൻ ശരത് പവാർ ഉൾപ്പെടെ നേതാക്കളുമായി കഴിഞ്ഞ ദിവസവും ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. 288 നിയമസഭാ മണ്ഡലങ്ങളുള്ള സംസ്ഥാനത്ത് ലോക്സഭാ ഫലം വെച്ചു നോക്കിയാൽ 150-ലേറെ മണ്ഡലങ്ങളിൽ ഇന്ത്യ സഖ്യത്തിനാണ് മേൽക്കൈ. 13 സീറ്റുമായി കോൺഗ്രസ് വലിയ നേട്ടമുണ്ടാക്കിയത് സീറ്റ് നിർണയത്തിലും ഗുണം ചെയ്യുമെന്ന് പാർട്ടി കരുതുന്നുണ്ട്. എന്തുകൊണ്ട് മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് വൈകിക്കുന്നുവെന്ന ചോദ്യത്തിന് ദുരൂഹതകളേറെയുണ്ട്. കഴിഞ്ഞ സ്വാതന്ത്ര്യ ദിനത്തിൽ പോലും മോദി പറഞ്ഞത് ഒറ്റ തെരഞ്ഞെടുപ്പാണ്. പക്ഷേ മഹാരാഷ്ട്രയിൽ മുന്നിലുള്ളത് തോൽവിയാണ് എന്ന തിരിച്ചറിവ് മോദിയെ കൊണ്ട് മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് നടത്തുന്നതിൽ നിന്നും പിന്തിരിപ്പിക്കുകയാണ്. അങ്ങനെ സ്വാതന്ത്ര്യ ദിനത്തിൽ പച്ചക്കള്ളം പറഞ്ഞ പ്രധാനമന്ത്രി എന്ന ഖ്യാതി ഇപ്പോൾ മോദിക്ക് സ്വന്തമായിരിക്കുകയാണ്.